എന്താ ഗൈസ്, പിടിച്ചതിനേക്കാൾ വലിയ സംഭവമാണ് ഓട്ടുപുറത്തിരിക്കണ്, ബച്ച് പുറത്തിരിക്കണ് പറഞ്ഞു കേട്ടല്ലേ, അതേ അഗ്ഗാണ്. ലക്ഷ്മീനെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ലക്ഷ്മിയുടെ അമ്മ വന്നിട്ട് എന്താ പറയണത്, നമ്മൾ ചിരിച്ചു പറയണതല്ല, നമ്മളൊരു ട്രോള് പോലെ എടുത്താൽ മതി. എന്താ അഗ്ഗോ. ലക്ഷ്മി എന്താ പറഞ്ഞു, വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളില്ലാത്ത ആളാണിത്. ലാലേട്ടൻ എന്താ പറഞ്ഞ്, എൻ്റെ വീട്ടിൽ ഞങ്ങളെ കയറ്റുന്നത്. പുറത്ത് മറ്റേ അവൻ്റെ ആരുടെ മമ്മി പറഞ്ഞിട്ട് എന്താ പറഞ്ഞ്, നിങ്ങളെ ദത്തെടുത്തു അതിലെന്ന് പറയുന്നത്. ലക്ഷ്മിയുടെ അമ്മ വന്നിട്ട് ഓവറാവേശം കൊണ്ട് വന്നു പറഞ്ഞിട്ട് എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വരണം, അമ്പലപ്പുഴയിലാണ് വീട് അതൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടനെ കുറിച്ച് പൊക്കി വിടുകയൊക്കെ ചെയ്തിട്ടില്ലേ. ട്രീറ്റ് ഹൗസ് എന്താ പറഞ്ഞ്, ലാലേട്ടൻ്റെ ഓറുണ്ട്. ഓറാന്ന് പറഞ്ഞാൽ മറ്റേ സാറിൻ്റെ ദൈവങ്ങളുടെയൊക്കെ പിന്നിലുണ്ടാവില്ലേ, തലയുടെ മുകളിൽ തലയുടെ ബാക്കിൽ, അതുപോലെ ഓറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് വരണം. പ്രത്യേകിച്ച് അതിലൂറയിൽ പറഞ്ഞിട്ട് ഇനി ലക്ഷ്മികളെ പിന്നെയാണ് അവിടെ അബദ്ധം പറ്റിയത്. എന്താ ചെയ്യുക, എന്താ പറയുക, ലക്ഷ്മികളെ വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ നിങ്ങൾ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നോളിന്ന്. ഇവരെന്ത് പിച്ചക്കാരോ അതിലൂറ. ഞാനൊക്കെ ആണെങ്കിൽ അവിടെ ആണെങ്കിൽ ഉണ്ടല്ലോ, അതിനൊക്കെ എങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വരും. മറ്റേ നാഗചേച്ചിമാരി തൂറി എറിയണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കുശിയെങ്കിലും വിടണം. ഇവരത്ത് അങ്ങനെ കൾച്ചറില്ലാത്ത രീതിയിൽ തന്നെ ഇടപെടേണ്ടി വരും ഗൈസ്. ഇങ്ങനെ പറയുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അല്ലെങ്കിൽ കൂക്കുക, ഇതിപ്പോൾ എന്താ ചെയ്യുക, ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഫാമിലിയാണ്, അമ്മയാണ്, വേറെ ആൾ ഒന്നും കോണ്ടസ്റ്റൻറ്റിൻ്റെ അമ്മയാണ്, ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവരൊരു ടീച്ചറാണെന്നല്ലേ പറഞ്ഞ്. ഇവരാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. നല്ല രസമായിരിക്കും. നിങ്ങൾ എന്താ അറിയോ, ഇനി ഈ കാര്യത്തെക്കുറിച്ച് ഓവറായിട്ട് അവരുടെ ആ ടീച്ചറെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് വരും. അതുകൊണ്ടാണ് നമ്മളതങ്ങനെ പറയാത്തത്. പക്ഷെ എന്നാലും മഹാമോശം ഉള്ള കാര്യം പറയില്ല, മഹാമോശം. ലക്ഷ്മി പാവമാണ്. നോക്കുമ്പോൾ എന്താ കാര്യം അറിയോ, ലക്ഷ്മിനെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വന്നത്. ലക്ഷ്മി പാവമാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞപ്പോൾ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ്. എന്താ ചെയ്യുക, നിങ്ങളൊരു കാര്യം ആലോചിച്ചൊക്കെ, ലക്ഷ്മി വീട്ടിൽ കയറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഉമ്മർത്ത് സിറ്റ് ഔട്ടിൽ ഇരുന്നോളിന്ന്. സിറ്റ് ഔട്ടിലിരിക്കുന്നത് ഇതെന്താ വേറെ വല്ലത്, എന്താ ഉദ്ദേശിക്കണത്, പിച്ചക്കാർ വന്നിരിക്കണ പോലെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കാത്രേ. അത് നിങ്ങൾ ആ ലക്ഷ്മിയുടെ അവസ്ഥ അലച്ചക്ക്, അവൾ ചെയ്ത് തെറ്റായിപ്പോയി എന്നുള്ള ലെവലിൽ കേൾക്കുന്ന സമയത്തല്ലേ അയ്യോ ദൈവമേ നാട്ടിക്കാൻ വേണ്ടി വന്നതാണോ മമ്മി എന്നൊക്കെയല്ലേ, അമ്മ എന്നൊക്കെയല്ലേ. എന്തായാലും കലക്കിയിട്ടുണ്ട്. ബിഗ് ബോസ് എന്താ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കണത്. അതേപോലെ വേറൊരു വലിയൊരു സംഗതി അവിടെ ഉണ്ടായത്, പിന്നെ അത് വീണ്ടും അവർ വയ്യാണ്ടിരിക്കണ വയസ്സായ ഒരുത്തിയാണല്ലോ എന്നുള്ളതുകൊണ്ട് പറയാൻ തന്നെ എനിക്ക് ഭയങ്കര ഇടങ്ങാറുണ്ട്. എന്നാലും പറയട്ടെ ഗൈസ്, ഞാൻ ഊർജ്ജം കുറച്ചിട്ട് പറയാം കേട്ടോ. ഒണിയലിൻ്റെ മമ്മി വന്നിട്ട് എന്താ ചെയ്തത്, ഒണിയലിൻ്റെ മമ്മി വന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. നമുക്കൊരു വ്യക്തിയിലെത്ത് എതിർപ്പില്ല കേട്ടോ, നമ്മൾ ആ സാഹചര്യത്തിൽ എങ്ങനെ ഇടപെടണമെന്ന് മാത്രമാണ്. ഇപ്പോൾ നമ്മളും ചില സാഹചര്യങ്ങളിൽ ഇടപെടുന്നത് മഹാ ബോറായിരിക്കും. നമ്മളിതേപോലെ ആരെങ്കിലും ഇട്ട് അലക്കണുണ്ടായിരിക്കും, അത് വേറെ കാര്യം. നമ്മളാരും പെർഫെക്റ്റ് ഒന്നുമല്ല. ഒണിയലിൻ്റെ മമ്മിയുടെ കാര്യത്തിലേക്ക് വരിക. ഒണിയലിൻ്റെ മമ്മി വന്നിട്ട് വളരെ ആവേശത്തോടെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം, തുടർച്ചയായിട്ടില്ല. അത് പറയാൻ പറ്റില്ല. അവർക്ക് എന്താ വെച്ചാൽ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും, പ്രൗഡാണ്. മകൻ്റെ കാര്യത്തിൽ പറഞ്ഞു എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു എല്ലാവർക്കും വിന്നറാവാൻ പറ്റില്ല. അങ്ങനെ എല്ലാവർക്കും വിന്നറാവാൻ പറ്റുക മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്തായിരിക്കും അല്ലേ. നിങ്ങൾക്ക് പറ്റും, എനിക്കും പറ്റും, എനിക്കും പറ്റും, എനിക്കും പറ്റും എന്ന് പറഞ്ഞവർ എല്ലാവർക്കും തള്ളി മറിക്കുകയായിരുന്നു, വിന്നറാവാൻ പറ്റും. എന്നിട്ട് എന്താ അവർ പറഞ്ഞത്, ലക്ഷ്മി ഒണിയലിൻ്റെ കാര്യം ഇപ്പോൾ വീണ്ടും എടുത്തിട്ട് ആഗ്രഹമില്ല. പക്ഷേ എന്താ കാര്യം വെച്ചാൽ മാപ്പ് പറഞ്ഞതാണ് ലക്ഷ്മി ഒണിയലിനോട്. ഇനി നമുക്കത് പുറത്തുനിന്ന് സംസാരിക്കാം. പുറത്തുനിന്ന് എന്ത് കാണുന്നു, പുറത്തുനിന്ന് എന്ത് സംസാരിക്കണേ, എന്താ തല്ലുമോ ലക്ഷ്മീനെ, എന്താ ഉദ്ദേശിക്കണേ. അപ്പോഴും ലക്ഷ്മിയുടെ മൈൻഡിലായിരിച്ചൊക്കെ ഈ തള്ള വിചാരിച്ചിട്ടുണ്ടാവൂലേ, പരട്ട തള്ളകാരോട് എന്താ ചെയ്തത്. അയ്യര് നിങ്ങളിത് തമാശയിട്ട് എടുത്താൽ മതിയിട്ട്. നമ്മളെല്ലാവരും ട്രോളാണെന്നല്ലേ സോഷ്യൽ മീഡിയ, നമ്മളെയും ട്രോളും. അപ്പോൾ ആ ലെവലിൽ എടുത്താൽ മതി. ഒരിക്കലും അമ്മച്ചി ഇങ്ങനെ പറയാൻ പാടില്ല. അമ്മച്ചി പുറത്തുനിന്ന് എന്ത് കാണുന്നേ, നിങ്ങളത് വിട്ടില്ലേ കാര്യം. അതോ ബിഗ് ബോസിലെ കാര്യങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരവസ്ഥയിലാണോ. എന്താ കാണിക്കുന്നത്, മഹാമോശമാണ് ശരിക്കും പറയണ. ഉണിയലൊക്കെ അപ്പം തന്നെ തീർത്തേണ്ടതായിരുന്നു കാര്യം. ഉണിയലിനോടൊക്കെ സോറി പറഞ്ഞിട്ട് ആ സംഭവം വിഷയമേ അവിടെ തീർത്താണ്. വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ ഉണിയൽ ശരിക്കും അപ്പം ഇടപെടേണ്ടതാണ് ആ കാര്യത്തിൽ. അതേപോലെ ലക്ഷ്മി അപ്പം ഇടപെടേണ്ടതാണ്. അമ്മ അങ്ങനെ പറഞ്ഞു, അപ്പോൾ ഇത് സിറ്റ് ഔട്ടിൽ ഇരുന്നോ എന്ന് പറഞ്ഞ സമയത്ത് അപ്പം ഇടപെടേണ്ടതാണ്. അതാണ് ഈ ബിഗ് ബോസിനെ കൊണ്ട് ഇങ്ങനെയുള്ള ചർച്ചകളിൽ നിന്നും ഇങ്ങനെയുള്ള ഇടപെടലുകളിൽ നിന്നൊക്കെ ആ കണ്ടസ്റ്റൻറ്റുകൾക്ക് വരേണ്ട പ്രാക്ടിക്കലായിട്ട് സംഭവിക്കേണ്ട കുറേ മാറ്റങ്ങളുണ്ട്. അല്ലാണ്ട് വെറുതെ തിയറിയിൽ മാത്രം കാര്യങ്ങൾ സംഭവിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇടപെടണമായിരുന്നു. എന്തെങ്കിലും ഒരു റിഗ്രറ്റ് അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അല്ല മമ്മി ഞങ്ങളത് ഫോർഗീവ് ചെയ്തു, കുഴപ്പമില്ല, ഞങ്ങളത് പറഞ്ഞ് സെറ്റാക്കി എന്നുള്ളൊരു സംഗതിയാണെങ്കിൽ അതങ്ങനെ പറയുകയോ, അല്ലെങ്കിൽ പറയുക ഞങ്ങളിപ്പോൾ അടുത്ത സുഹൃത്തുക്കളാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി അവിടെ ഇടപെടേണ്ടതായിരുന്നു ഗൈസ് എന്ന് നിങ്ങൾക്ക് തോന്നിയോ. എനിക്ക് തോന്നി.
മഹാകഷ്ടം. കാര്യം പറയാലോ, ഇന്ന് കൊളാക്കി അവർ. എനിക്ക് ഫാമിലി ടാസ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത് ആര്യൻ്റെ മമ്മിയും ആര്യൻ്റെ ചേട്ടനുമാണ് അല്ലേ. അവർ നോക്ക് വന്നപ്പോൾ ശത്രുക്കളെ പോലും, ശത്രുക്കളെ എന്ന് പറയാൻ പറ്റില്ല, റൈവൽസ് അങ്ങനെ എടുക്കാം. ഇപ്പോൾ ആര്യനെ കുറ്റപ്പെടുത്തിയില്ല മറ്റേ പുതപ്പിൻ്റെ കേസിൽ, പുതപ്പിൻ്റെ ഇടയിൽ ജിസൈലിന് ആര്യനെ ഉമ്മയ്ക്ക് കണ്ടു എന്നുള്ള രീതിയിൽ പറഞ്ഞില്ലേ അനുമോള്. പറയുമ്പോൾ ഇവർ ഇത് തുറന്ന് വന്നപ്പോൾ തന്നെ ആദ്യം ആര്യൻ്റെ മമ്മി കണ്ടത് അനുമോളേനെയാണ്. അപ്പോൾ അനുമോളെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്ത് അല്ലേ. വേറെല്ലാവരും ചെയ്യുമോ? വേറെല്ലാവരും നിങ്ങൾ ആ സീനാന്ന് വെച്ചെങ്കിൽ അനുമോളെ കണ്ടപ്പോൾ അനുമോളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കണമെങ്കിൽ പറയും ഇജ്ജ് മാറിക്കാം പറഞ്ഞിട്ട് വേറൊരാളെ കെട്ടിപ്പിടിച്ചേക്ക് അനുമോള് എൻ്റെ അമ്മോ തകർന്ന് തരിപ്പടായിട്ടുണ്ടാവും അവിടെ അല്ലേ. എന്താ ചെയ്യുക. അങ്ങ് ആ ഒരു അതേപോലെ തന്നെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യാണ് അമ്മ വന്നു എന്ന് തന്നെ വിചാരിക്കുക കേട്ടോ, എൻ്റെ മക്കളാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബ് എന്താ ഗൈസ്. ഇതൊക്കെ നശിപ്പിച്ചു, കൊട്ടാരത്തിൽ പട്ടച്ചാരായം കൊണ്ടുവന്ന് അടിച്ചു എന്ന് പറഞ്ഞ പോലെ ഉണിയലിൻ്റെ മമ്മി ലക്ഷ്മിയുടെ അമ്മയും കൂടി നശിപ്പിച്ചു. അതും ഒരാൾ ടീച്ചറാണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ വിഷമം. എന്താ ചെയ്യല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ വളരെ ക്രിക്കഡായിട്ടുള്ള വളരെ നാരോ ആയിട്ടുള്ള ലോകത്ത് ജീവിക്കുന്നവരാണ്. അവരെ ഇനി മാറ്റാൻ പറ്റില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ നമുക്കൊരു കാര്യം പറയട്ടെ, നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട് വിചാരിച്ചാൽ പിന്നെ ഫേക്ക് കളിക്കാൻ നിൽക്കരുത്. അഥവാ ഡിപ്ലോമാറ്റിക്കായ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ അത് വേറൊരാൾക്ക് വിഷമാവും എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ വേണമെങ്കിൽ ലക്ഷ്മിയുടെ അമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നില്ലേ, അല്ലെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ, വാവിട്ട വാക്ക് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂല അല്ലേ. വേണമെങ്കിൽ ലക്ഷ്മിയുടെ അമ്മയ്ക്ക് ഇങ്ങനെ പറയായിരുന്നില്ല, നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് വരണം കേട്ടോ, പറഞ്ഞ് നിർത്തായിരുന്നു. ടീച്ചറല്ലേ, എത്ര സംസാരിച്ചിട്ട് പരിചയം ഉണ്ടായിരിക്കും, ഒരു കൺട്രോൾ വേണ്ടേ, നാവിനൊരു എല്ല് വെക്കണ്ടേ. പകരം എന്താ പറഞ്ഞ് നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് വരണം, അതിലനൂറ് വരണം, വീട്ടിൻ്റെ ഉള്ളിലേക്ക് ലക്ഷ്മി കയറ്റില്ലെങ്കിൽ നിങ്ങൾ സിറ്റ് ഔട്ടിൽ ഇരുന്നോന്ന്. എന്താ ചെയ്യുക. ഞാനൊക്കെ ആദിലനൂറ് ആരെങ്കിലും ഒരാൾ ഞാനാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിലാണെങ്കിൽ ഉളുപ്പില്ലാണ്ട് നിങ്ങൾ പോവരുതടി എന്ന് പറഞ്ഞിട്ടുണ്ടാവും ആദിലനൂറിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഞങ്ങളാരും വരുന്നില്ല എന്നോട് പറയണ്ടായിരുന്നു. അതോടുകൂടി ശരിയാവും. ബാക്കി നാറികൾ കണ്ടസ്റ്റൻസ് അവിടെയുള്ള അവരും പ്രതികരിച്ചില്ല അല്ലേ. എന്താ സംഭവം. എന്തായാലും നന്നായിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെയൊക്കെയാണ് ബിഗ് ബോസിൽ. ഇത് ചവറ് ബിഗ് ബോസ് ആട്ടെ സീസണിലുള്ള കാര്യം പറയില്ല. ഞാൻ വിചാരിച്ചു കഴിഞ്ഞ വട്ടത്തെ ബിഗ് ബോസാണ് ഏറ്റവും വലിയ ചവറ് എന്നാണ്. അതിനൊക്കെ കടത്തി വെട്ടി. എത്ര TRP ഉണ്ട് ഇത്രയും ബിഗ് ബോസിന്. ഏതാ ദോണ്ടക്കേക്കും ബിഗ് ബോസ് ഇന്ന് രാത്രി നോക്കിക്കോ, ദോണ്ടക്കേക്കും TRP ഇട്ട് ഇന്ന് രാത്രി നോക്കിക്കോ എപ്പിസോഡ് കുറേ ആൾക്കാർ കാണാൻ സാധ്യതയുണ്ട് ഗൈസ്. അതേപോലെ ലക്ഷ്മിയുടെ അമ്മ അങ്ങനെ പറയണത് അവർ ഏഷ്യാനെറ്റിൻ്റെ കുഞ്ഞു വീഡിയോ ആയിട്ട് ഇടൂലേ, ഒരുപാട് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ ഓണിയലിൻ്റെ അമ്മ പറയണത് നമ്മളിപ്പോൾ പറഞ്ഞ 2 ഇൻസിഡൻസില്ലേ, ഇതൊക്കെ കഷ്ടം, മഹാകഷ്ടം. സത്യം പറയാലോ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അത് എന്താ പറയുക, അന്ന് അതോടുകൂടി ആ പ്രശ്നം തീർന്നു എന്നും ഒക്കെ. ഒന്നാമത്തെ ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ, ഈ ചർച്ചകളും വീക്കെൻഡ് എപ്പിസോഡെങ്കിലും അറ്റ്ലീസ്റ്റ് കാണുന്നുണ്ടാവില്ലേ. അപ്പോൾ ഇവർക്ക് അത് കണ്ടിട്ടെങ്കിലും ഇവർക്ക് മനസ്സിലായിണ്ടാവില്ല എന്താ ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന്. അപ്പോൾ ഇവർ ഭ്രഷ്ട് കൽപ്പിച്ചിട്ട് ആ പരിസരത്ത് പോലും ആദിലനൂറിനെ അടുപ്പിക്കാൻ പറ്റില്ല എന്ന് നിലപാടുള്ള ടീംസാണോ? അപ്പോൾ വീട്ടിൽ കയറ്റി, അതായത് വീട്ടിൽ സിറ്റ് ഔട്ട് വരെ കയറ്റി. ഇത് പുരോഗമനം അങ്ങനെയാണോ? ഇങ്ങനെയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോയി ഇവർ കൊടുക്കണ്ടാവില്ലായിരിക്കും. അല്ലെങ്കിൽ ഇവർ വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുത്തിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ് ചിലപ്പോൾ എടുത്ത് വലിച്ചെറിയുണ്ടാവും, അത് ഉപയോഗിക്കണ്ടാവില്ലായിരിക്കും. അല്ലെങ്കിൽ വല്ല പുണ്യകം തെളിയിക്കണ്ടായിരിക്കും. എന്ത് മനുഷ്യരാണ് കേസ്. ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം. ഞാനൊരു നാട്ടുമ്പുറത്ത് വരുന്നതാണ്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നത് നിൽക്കാറില്ല, ടൗണിൽ നിന്നാണോ നാട്ടുമ്പുറത്താണോ നിൽക്കാറില്ല. ഞാൻ അതാ ഉദ്ദേശിച്ചിട്ടോ. ചില കുട്ടികളുടെ കൂടെ കളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതേപോലെ ചിലർ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് പഴയ പ്ലേറ്റ് കൊടുക്കും. പണ്ടത്തെ ഒരു സമ്പ്രദായമൊക്കെ ഉള്ള ആളുകളുണ്ട് അല്ലേ. അങ്ങനെയുള്ള അല്ലെങ്കിൽ പഴയ വസ്ത്രങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ വീടിൻ്റെ ഉമ്മർത്തിരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കുക, വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റൂല. പണ്ടത്തെ ഇതിൽ മറ്റേ കുഴി കുത്തിയിട്ട് അതിൽ ഇല വെച്ചിട്ട് ഭക്ഷണം കൊടുക്കൂലേ, അങ്ങനെയൊക്കെ ചിന്താഗതിയുള്ള ടീംസ് തോന്നുന്നു. എന്ത് കഷ്ടമാണ്. ഒരു ടീച്ചർ ഇങ്ങനെയുള്ള മാനസികാവസ്ഥ ഉള്ള ആളാണ്. ആ കുട്ടികളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. മഹാമോശം. ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവം എടുക്കുമ്പോൾ അത് അവരുടെ കരിയറിനെ തന്നെ നെഗറ്റീവായി ബാധിക്കും. ഈ കുട്ടികൾ ചോദിക്കൂലേ, അവരെ പഠിപ്പിച്ചിട്ടുള്ള ഇനി കുട്ടികൾ ഒന്ന് കാര്യം വെച്ചു, ഇതൊക്കെ ലക്ഷ്മിക്ക് വൻ പാരയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ലക്ഷ്മിയുടെ അമ്മ പഠിപ്പിച്ച സ്റ്റുഡൻസ് ആരെങ്കിലും ഒരാൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് വിചാരിക്കാം, എൻ്റെ ടീച്ചറാണ്, ആ ടീച്ചർ ഇങ്ങനെ പറഞ്ഞതിൽ ഞങ്ങൾക്ക് മഹാമോശം ആയിട്ട് തോന്നി, ടീച്ചർ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ ടീച്ചർ ഇതിന് മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ടീച്ചർക്ക് ഒരുപാട് പലരോടും ഇങ്ങനെ ഇടപഴകിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും വന്നാൽ തിരിയും. പ്രത്യേകിച്ച് ബിഗ് ബോസിൻ്റെ കയ്യിൽ ലക്ഷ്മിക്ക് എതിരായിട്ട് ഒണിയലിൻ്റെയൊക്കെ
അല്ലെങ്കിൽ ലക്ഷ്മിക്കെതിരായിട്ട് ആരെങ്കിലും നിൽക്കുന്ന ടീംസ് ഉണ്ടെങ്കിൽ അവർ ഇതേപോലെ പി ആർ ടീംസിൻ്റെ ഭാഗമാണെങ്കിൽ അവസ്ഥ എന്ന് ആലോചിച്ചൊക്കെ ലക്ഷ്മിക്ക് നല്ല പണി കിട്ടും. അത് മാത്രമല്ല ലക്ഷ്മിയുടെ അമ്മേനെ കുറിച്ച് ഒരുപാട് സൈബർ ബുള്ളിങ് വരും അവർക്ക്, ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും ധാരണ അല്ലേ. അവർ അറ്റ്ലീസ്റ്റ് അവരെ അഭിപ്രായം ഓപ്പണായിട്ട് പറഞ്ഞു എന്നുള്ളെങ്കിലൊക്കെ അല്ലേ, അതിൽ ഫേക്ക് തരം കാണിച്ചില്ലല്ലോ. പക്ഷേ എന്തായാലും ഇത് ഭയങ്കര വിഷമമാണ് ഗേസ്, മഹാമോശമാണ്. എനിക്ക് ആദിലേനെ ഇഷ്ടമൊന്നുമല്ല കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ ഇങ്ങനൊരു കാര്യത്തിൽ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്നൊക്കെ അവരൊരു സെക്ഷുവാലിറ്റീനെ കുറിച്ചിട്ട് ഇതിനൊക്കെ വെച്ച് ഇങ്ങനെ പറയാമെന്ന് പറയുമ്പോഴേ ഭയങ്കര വിഷയമാണ്. അത് അവർക്ക് വീണ്ടും ഇപ്പോൾ സങ്കടം ഉണ്ടാവില്ല. അവർ പറഞ്ഞില്ല മറ്റേ എല്ലാവരെയും അമ്മയും ഇവരൊക്കെ വരുമ്പോൾ അവർ സംസാരിക്കണം അതിലെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ് തരുന്നത്, വീട്ടുകാർ വരാത്തതിൻ്റെ സങ്കടമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നൂറ്. അതിലത് കണ്ടപ്പോൾ നമ്മുടെ നെഞ്ഞ് പൊട്ടി. ഇപ്പം അവരുടെ നെഞ്ഞ് ശരിക്കും പൊട്ടി. എന്താ സംഭവം? മധുര വർത്തമാനങ്ങളല്ലേ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഷ്ടം. എന്തായാലും ലക്ഷ്മിക്ക് കുറച്ച് നേരം കൂടിയും കുറച്ച് സമയം കൂടിയും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ബാക്കിയുള്ളവർ ട്രോളാനുള്ള ഒരു അവസരം ഓളന്നെ ഉണ്ടായി കൊടുത്ത്. എന്താ ചെയ്യാലേ. പക്ഷേ ഓളോട് കുറച്ചുകൂടി സാധാവ് ഉണ്ടാവും തോന്നുന്നു കേട്ടോ ആളുകൾക്ക്. കാരണം അവളല്ലല്ലോ, അവളുടെ അമ്മയല്ലേ പറഞ്ഞത്. പക്ഷേ ലക്ഷ്മിക്ക് ഇടപെടാമായിരുന്നു. കാരണം കുഞ്ഞു കുട്ടിയൊന്നുമല്ലല്ലോ, ഇടപെടാമായിരുന്നു. നിങ്ങളാണെങ്കിൽ ഇടപെടൂലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇനി ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും കുറേ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ടീച്ചറിനെയും അതേപോലെ ഒണിയലിൻ്റെ അമ്മേനൊക്കെ വളരെ മോശമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ പറയും. അപ്പോൾ അതൊക്കെയാണ് വിഷയം. പിന്നെ അതേപോലെ ഡിവോഴ്സ്ഡ് പുറത്തേക്ക് വന്നിട്ട് ലക്ഷ്മിനെ കുറിച്ചിട്ട് ഒണിയലിൻ്റെ മമ്മി പറയുന്നുണ്ടായിരുന്നു ഡിവോഴ്സ്ഡ് ആയിട്ട് സോറി കൂടി പറയാത്ത ആളാണ്. ഡിവോഴ്സ്ഡ് സോറി കൂടി പറഞ്ഞിട്ടില്ല ലക്ഷ്മിന്ന്. അപ്പോൾ ലക്ഷ്മീനെ മനഃപൂർവ്വം ഇവർ ഗ്രഡ്ജ് വെച്ചിട്ടാണ് ചെയ്യണത്. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ലക്ഷ്മി ഡിവോഴ്സ്ഡ് അല്ല എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ കെട്ടിയാൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നീലക്കുയിൽ എൻ്റർടൈൻമെൻറ്റ്സിൽ നോക്കി. അതുപോലെ കുട്ടീനെ ലക്ഷ്മി കാണുന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ലാന്ന്. മേ ബി അവർ സെപ്പറേറ്റഡ് ആയിരിക്കും, ഡിവോഴ്സ്ഡ് ആയിട്ടുണ്ടാവില്ല, സെപ്പറേറ്റഡ് ആയിരിക്കും. യു കെയിലാണ് മൂപ്പര്, അതുകൊണ്ടാണ് വരാൻ പറ്റാണ്ടിരുന്നത്. മൂപ്പരുടെ അറിവോടെ തന്നെയാണ് ലക്ഷ്മിയുടെ അമ്മയും മൂപ്പരുടെ കുട്ടിയും കൂടിയും, അതായത് ലക്ഷ്മിയുടെയും മൂപ്പരെയും കുട്ടിയും കൂടി അവിടെ വന്നിട്ടുള്ളതെന്ന്. പക്ഷെ ആ കുട്ടീനെ കാണിച്ചിട്ടില്ല, ആ കുട്ടീനെ ഉള്ളിലേക്ക് കയറ്റിയിട്ടില്ല, വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടില്ല. എന്നിട്ട് ഈ 30 ഒണിയലിൻ്റെ മമ്മി എന്താ പറയണത്, ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു സോറി കൂടി പറയാത്തുള്ള. എന്തിനാ സോറി പറയണത്? എനിക്കത് മനസ്സിലായില്ല ഗൈസ്. എന്തിനാണ് ഡിവോഴ്സ്ഡ് ആയിട്ടാണ് സോറി പറയണത്? ഈ 2 പേരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടാവില്ല, അംഗീകരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടല്ല ഇവർ ഡിവോഴ്സ്ഡ് ആവുണ്ടാവുക. എല്ലാ സോറി പറയണ നിർബന്ധമുണ്ട്. അപ്പോൾ ആ പെണ്ണിൻ്റെ ഭാഗത്ത്, ലക്ഷ്മിയുടെ ഭാഗത്ത് ആ തെറ്റെന്ന് ഇവർ നേരത്തെ കൂട്ടിയില്ലാണ്ട് തീരുമാനിച്ചുല്ലേ. അതായത് ഒരു പെണ്ണ് ഡിവോഴ്സ്ഡ് ആകുമ്പോൾ ആ പെണ്ണ് സോറി പറയണം മറ്റേ ചെങ്ങായിടേസ് എന്ന് ഇവർ തീരുമാനിച്ചു. ഇവർ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കണത്? ഇവർ കുറച്ച് വയസ്സായി പോയി, അല്ലെങ്കിൽ ഇനിയും പറഞ്ഞായിരുന്നു ഇതിൽ. അതായത് ആ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടൊരു വിഷം കുത്തി വെക്കുകയാണ് ആളുകളുടെ ഇടയ്ക്ക് അല്ലേ, ഒണിയലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ലക്ഷ്മിനെ കൂടുതൽ വിമർശിച്ചുകൊണ്ട് ഇവർ പറഞ്ഞിട്ട് ഇമാതിരി കാര്യങ്ങളൊക്കെ പറയണം. ഒന്നാമത്തെ കാര്യം ഡിവോഴ്സ്ഡ് ആണെന്ന് അവർ ഉറപ്പിച്ചു. രണ്ടാമത്തെ കാര്യം സോറി പറയണം, ആ പെണ്ണിൻ്റെ ലക്ഷ്മിയുടെ പ്രശ്നമാണ്, ലക്ഷ്മി ഭാഗത്തെ തെറ്റെന്നൊക്കെ അവരുണ്ട് അവരങ്ങനെ പറയുക. എന്നിട്ട് സ്വന്തം മകനെ അവർ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ അത് കൂടുതൽ പ്രശ്നത്തിലാവുക ചെയ്യുക. ഒണിയലിന് കിട്ടേണ്ട 10 കൂട്ടാണ്ട് കുറഞ്ഞ് കിട്ടും. എന്താ ചെയ്യുക? പിന്നെ ഇവർക്ക് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ബുള്ളിങ്ങൊക്കെ വരുന്നുണ്ട്. അവരെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ട് പറയുന്നതൊക്കെ അവരിങ്ങനെ കാണുന്നുണ്ടായിരിക്കും, പലരും വീഡിയോ ചെയ്യണതൊക്കെ. വിഷമല്ലേ, വയസ്സായിട്ട് ഇരിക്കല്ലേ. അതുപോലെ ലക്ഷ്മിയുടെ അമ്മയും സ്കൂളിൽ പോകുമ്പോൾ ഒരു അവസ്ഥ ആലോചിച്ചൊക്കെ. കുട്ടികളൊക്കെ ബിഗ് ബോസ് കണ്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ സ്കൂളിലുള്ള ബാക്കി ടീച്ചേഴ്സ് ബിഗ് ബോസ് കണ്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ അവർ പഠിപ്പിച്ച മറ്റു കുട്ടികളുണ്ടാവില്ലേ, PTA ഒക്കെ ഉണ്ടാവില്ലേ. എന്താ ചെയ്യുക? എന്തായാലും നന്നായിട്ടുണ്ട് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്ന് ഹൈപ്പ് ചെയ്യുക കേട്ടോ നമ്മുടെ ഒരു വീഡിയോ. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ലക്ഷ്മിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ, ഒണിയലിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇടപെടുമായിരുന്നു അവരുടെ അമ്മമാർ ഇങ്ങനെ പറയുമ്പോൾ ഇന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാമോ? അതേപോലെ തന്നെ നിങ്ങൾ ലക്ഷ്മിയുടെ സ്ഥാനത്തും അല്ല, ലക്ഷ്മി അല്ല, ഒണിയലും അല്ല വിചാരിക്കുക, നിങ്ങൾ ആ ബിഗ് ബോസിലുണ്ട് വിചാരിക്കുക. നിങ്ങളിതിൽ ഇടപെടുമോ? ഞാനാണെങ്കിൽ കൂക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങൾ പറയണത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒന്നും നോക്കില്ല. അതിപ്പോൾ എത്ര വലിയ വിവാദമായാലും എന്നെ അവിടെ നിന്ന് പുറത്താക്കിയാലും കുഴപ്പമുണ്ടാവില്ലായിരിക്കും, ഞാൻ പ്രതികരിച്ചിട്ടുണ്ടാവും. നാട്ടരില്ലാത്ത കുറേ ജന്തുക്കൾ അതിൻ്റെ ഉള്ളിൽ കണ്ടസ്റ്റൻറ്റുകളായിട്ട്.